ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അദ്ദേഹം പട്ടിക സമുദായക്കാരനാണ്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ട് ഒരാൾക്ക് ഒരു അവസരം കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല അത് തന്നെ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധികം പേരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയ്ക്ക് പോകുന്നവരായി മാറിയത്? അവരുടെ കൂലിത്തല്ലിയാരായിട്ട് അല്ലെങ്കിൽ അവർക്ക് വിറകൊട്ടുന്നവരോ വെള്ളം കോരികളായിട്ട് മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉദാസീനത കൊണ്ടാണ്. ഇവിടെ PK വേലായുധനെ പോലെ, ദാമോദരൻ കാളാശ്ശേരിയെ പോലെ, KK ബാലകൃഷ്ണനെ പോലെ, അതിനു മുമ്പ് K കുഞ്ഞമ്പൂനെ പോലെയൊക്കെ മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു പരിഗണനയും ഒരു കാലത്ത് കിട്ടിയില്ല. കരുണാകരൻ്റെ കൗബിനത്തിൽ പിടിച്ച് നടന്ന പന്തള സുധാകരനുണ്ടായിരുന്നു. കരുണാകരൻ പോണേക്ക് മുമ്പ് തന്നെ പുള്ളിയുടെ പണി കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ കൊടിക്കുന്നിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനും കാണപ്പെട്ട ദൈവമായി AK ആൻ്റണിയോട് ചോദിക്കാം, ആൻ്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പട്ടികജാതിക്കാർക്ക് ഏത് വകുപ്പാണ് ഭരിക്കാൻ കൊടുത്തത് എന്ന് ചോദിക്കാം. ആൻ്റണി ഇപ്പോഴും ഉണ്ട്, തിരുവനന്തപുരത്ത് ജീവിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിലിൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ഉണ്ടാവും, പക്ഷേ ആൻ്റണിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ല. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ MBBSകാരനായ ഡോക്ടർ കുട്ടപ്പൻ മന്ത്രിസഭയിലുണ്ട്. ആരോഗ്യവകുപ്പ് കുട്ടപ്പന് കൊടുക്കാനായിട്ട് ആൻ്റണിക്ക് തോന്നിയില്ല. അത് അദ്ദേഹം അഡ്വക്കേറ്റ് ശങ്കരനെ ഏൽപ്പിച്ചു. എന്നിട്ട് പട്ടികവർഗ ക്ഷേമ വകുപ്പ് കുട്ടപ്പന് കൊടുത്തു. പിന്നെ അത് കൂടാതെ കുട്ടപ്പന് എടുത്താൽ പോകാത്ത 2 വകുപ്പുകൾ കൊടുത്തു. ഒന്ന് സ്പോർട്സ്, മറ്റൊരു യുവജനക്ഷേമം. ഇത്രേ ഉള്ളൂ. ഒരു MBBSകാരനെ കുട്ടപ്പന് ആരോഗ്യമന്ത്രിയാക്കാമെന്ന് ആൻ്റണിക്ക് തോന്നിയില്ല. ഈ കുർബാനയും കുമ്പസാരവും കുന്തിരിക്കും ഇല്ലാത്ത ആൻ്റണിക്ക് പോലും ഒരു പട്ടികജാതിക്കാരന് വേറൊരു വകുപ്പ് കൊടുക്കാൻ തോന്നിയില്ല. കരുണാകരൻ ഭരിക്കുന്ന കാലത്ത് മാത്രമാണ് അദ്ദേഹം സ്വയം പട്ടികജാതി വകുപ്പ് ഏറ്റെടുക്കുക, പട്ടികജാതിക്കാർക്ക് മറ്റു വകുപ്പ് കൊടുക്കുകയും ചെയ്തു. KK ബാലകൃഷ്ണൻ ട്രാൻസ്പോർട്ട് കൊടുത്തു. പിന്നീട് PK വേലായുധൻ മന്ത്രി കഴിയുമ്പോൾ അദ്ദേഹത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പ് കൊടുത്തു. ആൻ്റണി ഗ്രൂപ്പുകാരനായ വേലായുധന് കരുണാകരൻ മന്ത്രിസഭയിൽ എടുക്കുക സീറ്റ് കൊടുക്കുകയും ചെയ്തത് മഹാനായ ആൻ്റണിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എന്ത് പിരിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ PK വേലായുധന് സീറ്റ് തന്നെ ഇല്ലണ്ടായി. ഇത് തന്നെ പിന്നീട് MA കുട്ടപ്പന് സംഭവിച്ചു. A ഗ്രൂപ്പുകാരനായ കുട്ടപ്പന് ഉമ്മൻചാണ്ടിയോട് ചോദിക്കാതെ മന്ത്രിസഭയിൽ എടുത്തുകൊണ്ട് അദ്ദേഹം കോപിച്ചു. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉമ്മൻചാണ്ടി കുട്ടപ്പൻ്റെ പേര് വെട്ടി KG ബാലകൃഷ്ണൻ്റെ മകളുടെ ഭർത്താവ് ശ്രീനിജന് ആ സീറ്റ് കൊടുത്തു. കുട്ടപ്പൻ കണ്ണീരും കയ്യുമായിട്ട് കുറേ നാൾ നടന്നു. പിന്നെ ആ വിധിക്ക് കീഴടക്കി. ഇങ്ങനെ സംഭവിക്കുന്നത് അതേ അനുഭവമാണ് ദാമോദരൻ കാളാശ്ശേരിക്കും ഉണ്ടായത്. KK ബാലകൃഷ്ണൻ ഏറെക്കുറെ ഇതുപോലുള്ള ദുര്യോഗം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതാണ് കോൺഗ്രസ് പാർട്ടി ദളിതരോട് ചെയ്യുന്ന ആ ഒരു പൊതുവായ സമീപനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.